2025 മോഡൽ ടാറ്റ പഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് ഈ സെക്കൻഡ് വേരിയൻ്റ് അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ AMT സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയൻറ്റിലാണ്. നിങ്ങളൊരു ടാറ്റ പഞ്ച് എടുത്തിട്ട് അത്യാവശ്യം ആക്സസറീസ് പുറത്തുനിന്നോ ഷോറൂമിൽ നിന്നോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. ഇപ്പോൾ എക്സ്റ്റീരിയർ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ റൂഫ് റെയിൽസ് മാത്രമാണ് മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നുക. വശങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്നോ അല്ലെങ്കിൽ കുറഞ്ഞ വേരിയൻ്റ് ആണെന്നോ ഫീൽ ചെയ്യുന്ന യാതൊരു സംഭവങ്ങളും ടാറ്റ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വന്നാൽ പോലും സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ വേരിയൻ്റ് ആണ്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ മാത്രം വളരെ ചെറുതായി പോയി. ഇത് സ്ക്രീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു TFT ഡിസ്പ്ലേ ആണ്. ഇത് മാത്രം നമുക്കൊരു എക്സ്റ്റീരിയറിൽ നിന്ന് ആക്സസറേറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ഓൺ